ഡിടെക്കിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഓട്ടോമാറ്റിക് ബാച്ച് കോഡിംഗ് മെഷീനിനകത്ത് 7-inch ഡിസ്പ്ലേയോട് കൂടിയിട്ടുള്ള ഓട്ടോമാറ്റിക് സ്റ്റാക്കറോട് കൂടിയിട്ടുള്ള ഒരു ബാച്ച് കോഡിംഗ് യൂണിറ്റാണ്. ഇതിനകത്ത് നമുക്ക് ഒരു കൺവെയറാണ് ഈ കാണുന്നത്. ഇത് നമുക്ക് 8-inch 12-inch മുതലായ സൈസുകളിൽ അവൈലബിൾ ആണ്. കൺവെയറിൻ്റെ വീതി അതിൻ്റെ ലെങ്ത്ത് 1.5 മീറ്ററാണ് വരുന്നത്. ഇത് നമുക്ക് ബണ്ടിൽസായിട്ട് നമ്മളുടെ പൗച്ച് ഇതുപോലുള്ള പൗച്ചിന് നമുക്കിതിനകത്ത് ബണ്ടിൽസായിട്ട് പ്ലേസ് ചെയ്യാവുന്നതാണ്. അതിന് ഓരോന്നോരോന്നായിട്ട് കൺവെയറിലൂടെ വരും. അത് നമുക്ക് ഇവിടെ വരുന്നത് ഇത് 7-inch ഡിസ്പ്ലേ ആണ് വരുന്നത്. അതുപോലെ 12.7 mm ആണ് പ്രിൻ്റ് ഹൈറ്റ് വരുന്നത്. ലെങ്ത്ത് എത്ര വേണമെങ്കിലും പ്രിൻ്റ് ചെയ്യാം. ഇതിൽ ബാച്ച് നമ്പർ, QR കോഡ്, ബാർകോഡ്, ലോഗോ മുതലായവ എല്ലാം നമുക്ക് പ്രിൻ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ പൗച്ചുകളിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് പ്രോഡക്റ്റ്സ് ആവട്ടെ, പ്രോഡക്റ്റ് നെയിം ആവട്ടെ, ബാച്ച് കോഡ് ആവട്ടെ, ലോഗോസ് ആവട്ടെ, ഏത് തരത്തിലുള്ള മാറ്ററും ആവട്ടെ നമുക്ക് പ്രിൻ്റ് ചെയ്യാൻ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇതിനകത്ത് നമുക്ക് അറബി, മറ്റ് ലാംഗ്വേജസ് ഒക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ആദ്യമായിട്ട് നമുക്ക് ഇതിൻ്റെ പവർ ഓൺ ചെയ്യാം. 7-inch ആണ് ഡിസ്പ്ലേ സൈസ് വരുന്നത്. ഇതാണ് നമ്മുടെ ഓപ്ഷൻസ് വരുന്നത്. ഇതിനകത്ത് നമുക്ക് എഡിറ്റിൽ ചെന്നാൽ നമുക്ക് പുതിയ ഫയൽസ് ക്രിയേറ്റ് ചെയ്യാം. ഇതിനകത്ത് ടെക്സ്റ്റ്, ഡേറ്റ്, നമ്പർ, ബാർകോഡ്, ടേബിൾസ് വേണമെങ്കിൽ ടേബിൾ ആഡ് ചെയ്യാം, സിമ്പിൾസ്, ഇമേജസ് വേണമെങ്കിൽ പെൻഡ്രൈവ് വഴി നമുക്ക് ഇൻസേർട്ട് ചെയ്ത് ചെയ്യാവുന്നതാണ്. TXT ഫയൽസ്, Excel ഫയൽസ് മുതലായ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് ഇൻസേർട്ട് ചെയ്യാവുന്നതാണ്. അതിൻ്റെ മാറ്ററിൻ്റെ വലിപ്പം കൂട്ടാനും കുറയ്ക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. സേവ് ചെയ്യാനും കോപ്പി ചെയ്യാനും റീനെയിം ചെയ്യാനൊക്കെ ഉള്ള ഓപ്ഷൻസും ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസും ഇതിനകത്തുണ്ട്. ഇത് ഓൾറെഡി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു മാറ്ററാണ്. ഇതിനെ നമുക്ക് പ്രിൻ്റ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് മെഷീൻ്റെ മാറ്ററെല്ലാം റെഡി ആയതിനു ശേഷം മെഷീൻ ഓഫ് ചെയ്യുക. അതിനുശേഷം കാട്രിഡ്ജിനെ ക്യാപ്പിൽ നിന്ന് റിലീസ് ചെയ്തതിന് ശേഷം നമുക്കിതിനകത്ത് പ്ലേസ് ചെയ്യാവുന്നതാണ്. കാട്രിഡ്ജ് റെഡിയാണ്. അതിനുശേഷം നമുക്ക് വീണ്ടും മെഷീൻ ഓൺ ചെയ്യാം. എപ്പോഴും ശ്രദ്ധിക്കുക, കാട്രിഡ്ജ് ഇൻസേർട്ട് ചെയ്യുമ്പോഴും റിലീസ് ചെയ്യുമ്പോഴും മെഷീൻ ഓഫായിരിക്കണം. അതുപോലെ പ്രിൻ്റ് ചെയ്യാത്ത സമയങ്ങളിൽ കാട്രിഡ്ജ് റിലീസ് ചെയ്ത് വെക്കാനും ഓർക്കേണ്ടതാണ്. ഇതിനുശേഷം പ്രിൻ്റ് സെലക്ട് ചെയ്യുക. ഇവിടെ റെഡിയാണ്. അതിനുശേഷം സ്റ്റാർട്ട് പ്രിൻ്റ് ഓപ്ഷൻ നമുക്ക് കൊടുക്കാവുന്നതാണ്. ഇതാണ് നമ്മളുടെ സ്റ്റാക്കർ യൂണിറ്റ് വരുന്നത്. അതിൻ്റെ മെയിൻ സ്വിച്ചസ് ആണ് ഈ കാണുന്നത്. ഇത് നമ്മളുടെ എമർജൻസി സ്വിച്ചാണ്. ഇത് എന്തെങ്കിലും എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ പ്രസ് ചെയ്താൽ മൊത്തം സ്റ്റോപ്പ് ആവുന്നതാണ്. ഇതാണ് സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് ബട്ടൺ വരുന്നത്. ഇത് മോട്ടറിൻ്റെ സ്റ്റാർട്ട് ബട്ടണാണ്. അതുപോലെ തന്നെ സ്പീഡ് കൺട്രോളും ആണ് ഈ കാണുന്നത്. ഈ പൗച്ച് നമ്മൾ എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ പൗച്ചിനനുസരിച്ച് തിക്നെസ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ. അതനുസരിച്ച് സെറ്റ് ചെയ്യുക. അതിനുശേഷം മെഷീൻ ഓൺ ആക്കുക. മെഷീൻ സ്റ്റാർട്ടായിട്ടുണ്ട്. ഇതിൻ്റെ സ്പീഡ് നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ റെഗുലേറ്റർ. അതിനുശേഷം നമുക്കിവിടെ നിന്ന് നമ്മളുടെ പൗച്ച് ഓരോന്നായിട്ട് പ്ലേസ് ചെയ്യാവുന്നതാണ്. ഓരോന്നോരോന്നായിട്ട് പൗച്ച് പോയി പ്രിൻ്റായി നമ്മളുടെ മാറ്റർ പ്രിൻ്റായി അപ്പുറത്ത് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്കൊരു ബണ്ടിൽസ് നമുക്ക് പ്ലേസ് ചെയ്താൽ കണ്ടിന്യൂസ് ആയിട്ട് നമുക്കിതുപോലെ പ്രിൻ്റ് വരുന്നതാണ്. ഇതുപോലെ നമുക്ക് ബാച്ച് നമ്പർ, QR കോഡ്, ബാർകോഡ് എല്ലാം പ്രോപ്പറായിട്ട് നമുക്ക് പ്രിൻ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിനകത്ത് പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞു. പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കിതുപോലെ ഡിസ്പ്ലേ ഓഫ് ചെയ്യുക. അതിനുശേഷം കാട്രിഡ്ജ് റിലീസ് ചെയ്യേണ്ടതാണ്. കാട്രിഡ്ജ് റിലീസ് ചെയ്ത് ഇതുപോലെ ക്യാപ്പിനകത്ത് പ്ലേസ് ചെയ്യണം. 1 മിനിറ്റിൽ കൂടുതൽ നിങ്ങൾ പ്രിൻ്റ് ചെയ്യാതിരിക്കുന്നുണ്ടെങ്കിൽ കാട്രിഡ്ജ് റിലീസ് ചെയ്ത് ക്യാപ്പ് ഇട്ട് വെക്കണം. അല്ലെങ്കിൽ സോൾവെൻറ്റ് ബേസ്ഡ് കാട്രിഡ്ജാണ്. സോൾവെൻറ്റ് വേപ്പറായി പോവും, നിങ്ങളുടെ ഇങ്ക് കട്ടയാവും. അപ്പോൾ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് പ്രിൻ്റ് കിട്ടാതെ വരും. അപ്പോൾ കാട്രിഡ്ജ് മാറിയേ നിവൃത്തിയുള്ളൂ. ഇതൊരു കൺസ്യൂമബിൾ ഐറ്റമാണ്. അപ്പോൾ അതുകൊണ്ട് കാട്രിഡ്ജ് എപ്പോഴും കെയർഫുള്ളായിരിക്കുക. അതേപോലെ തന്നെ മെഷീൻ ഓഫായിരിക്കുന്ന സമയത്ത് മാത്രമേ ഇൻസേർട്ട് ചെയ്യാനും അത് പുറത്തേക്ക് എടുക്കാനും പാടുള്ളൂ. അല്ലാതെ ഓണാക്കിയിട്ട് കഴിഞ്ഞാൽ മെഷീനിന് കംപ്ലയിൻറ്റ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. ഈ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മളുടെ കാട്രിഡ്ജ് പ്രോപ്പറായിട്ട് എടുത്ത് വയ്ക്കുക. അതിനുശേഷം ഇത് കണ്ടില്ലേ, നമ്മൾ ഓൾറെഡി പ്രിൻ്റ് ചെയ്തിരിക്കുന്ന ബാച്ച് നമ്പർ, QR കോഡ്, ബാർകോഡ് ഇത്രയും കാര്യങ്ങൾ പ്രോപ്പറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഡക്റ്റിൻ്റെ നെയിം ആയിരിക്കട്ടെ, അല്ലെങ്കിൽ അറബിയിലുള്ള കുറച്ച് മാറ്റർ ആവട്ടെ, അല്ലെങ്കിൽ ലോഗോ ആവട്ടെ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾക്ക് ഈ മെഷീൻ ഉപയോഗിച്ച് പ്രിൻ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ബണ്ടിൽ വെച്ച് കൊടുത്താൽ ഓട്ടോമാറ്റിക്കലി എടുത്ത് പ്രിൻ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഈ മെഷീനിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് താഴെ കാണുന്ന ഞങ്ങളുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ പാക്കിംഗ് മെഷീൻസ്, കോഡിംഗ് മെഷീൻസ്, ഫില്ലിംഗ് മെഷീൻസ് ഇവയെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.